കടന്നു വന്ന എല്ലാ ദൈവജനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. മറ്റൊരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നു. കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ്. 4-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നാം വായിച്ചുവെങ്കിലും 1 മുതൽ 3 വരെയുള്ള വേദഭാഗമാണ് ഇനി ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അവിടെ ഉള്ള ഒരു പ്രശ്നം യാക്കോബ് കൈകാര്യം ചെയ്യുകയാണ്. നിങ്ങൾ യാചിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, ഇതാണ് താൻ പറയുന്നത്. യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് താൻ 2 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിക്കട്ടെ. നിങ്ങളിൽ ചണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ട് പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്ക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വളരെ പ്രശ്നമായ പ്രതിസന്ധിയുള്ള ഒരു വേദഭാഗമാണിത്. യാക്കോബ് വളരെ നല്ല ഭക്തനായ ഒരു കർത്താവിന്റെ ശിഷ്യനായി. ഇത് എഴുതിയത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ദൈവജനത്തിനാണ്. കാരണം താൻ തുടക്കത്തിൽ തന്നെ പറയാണ്, 1-ാം വാക്യം, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം എന്ന് പറഞ്ഞ ശേഷം ഡയറക്റ്റ് അങ്ങ് പറയാ, നിങ്ങളുടെ പരീക്ഷകൾ, നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധനകൾ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകുവാൻ. എങ്ങനെ? തികഞ്ഞവരും സമ്പൂർണരും ഒന്നിനും കുറവില്ലാത്തവരാകേണ്ടതിന് ദൈവം നിങ്ങൾക്ക് അനുവദിക്കുന്ന ചില കാര്യങ്ങളാണ്. ദൈവം ദോഷത്താൽ നിങ്ങളെ പരീക്ഷിക്കുകയില്ല. ദൈവം നല്ല ദാനങ്ങളെ മാത്രമേ നൽകുകയുള്ളൂ. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പാടില്ല? നോക്കി കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ പറയുന്നത് മാത്രമല്ല, ജീവിതത്തിൽ പറയുന്നത് പ്രായോഗികത്തിൽ കൊണ്ടുവരണം. അതുകൂടാതെ നിങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ കാര്യമായി പഠിപ്പിക്കണം. കാരണം ശിക്ഷാവിധി വരും. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ്, ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സ്വർഗ്ഗത്തിലെ ജ്ഞാനം വേണം. ആ സ്വർഗ്ഗത്തിലെ ജ്ഞാനം കുറവാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നാണ് ഈ 3-ാം അധ്യായത്തിൽ വരെ താൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ 4-ാം അധ്യായത്തിലേക്ക് പ്രായോഗിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വ്യക്തിപരമായി സംസാരിക്കുകയാണ്. എന്തേ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്നത് പോലെയല്ല ചണ്ടയും കലവും ഒക്കെ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ വേണ്ടാത്തതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യാക്കോബ് പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥന മാത്രം പോരാ, നിങ്ങളുടെ ലൈഫ് ടോട്ടലി ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് നീങ്ങണം. നിങ്ങൾ എന്തോ ചെയ്യുന്നു? മോഹിക്കുന്നു, നിങ്ങൾ യാചിക്കുന്നു, നിങ്ങൾ വല്ലാതെ യാചിക്കുന്നു, എന്നിട്ടൊന്നും ലഭിക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമല്ലേ? ഇത്രയും കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നവർ, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർ, അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുന്നില്ലത്ര. ഒരുപാട് പ്രാർത്ഥിക്കുന്നു, വല്ലാതെ യാചിക്കുന്നു, വളരെ ആഗ്രഹിക്കുന്നു, മോഹിക്കുന്നു, താല്പര്യത്തോടെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു, പക്ഷേ ഒന്നും പ്രാപിക്കുന്നില്ല. അപ്പോൾ കർത്താവെ ഈ വാക്കുകൊണ്ട് ഇംപ്രസ് ചെയ്യുന്ന ഒരാളല്ല. കർത്താവ് നമ്മുടെ ലൈഫിനെയാണ് മൊത്തം കാണുന്നത്. നമ്മുടെ കർത്താവ് ആരാധനയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു,
നമസ്കാരികളെ പിതാവ് അന്വേഷിക്കുന്നത്രേ. ആരാധകരെയല്ല, നമസ്കാരികളെ പിതാവ് അന്വേഷിക്കുന്നു. അതുകൂടാതെ കർത്താവ് പറഞ്ഞു, മരത്തെ തിരിച്ചറിയുന്നത് ഇല കൊണ്ടല്ല, ഫലം കൊണ്ടാണ്. ഇവിടെ യാക്കോബ് പറയാണ്, നിങ്ങളുടെ ലൈഫാണ് കാര്യം, വാക്കുകളോ പ്രാർത്ഥനയോ പാട്ടോ ഇതൊന്നുമല്ല. അതൊക്കെ കാര്യമാണ്. പക്ഷേ ലൈഫ് ഇല്ലാതെ ഇതൊന്നും ചെയ്തത് കൊണ്ട് വലിയ പ്രയോജനം ചെയ്യുന്നില്ല. ഇവിടെ പറയാ, ചണ്ടയും കലഹവും, പോകേച്ച, അസൂയ, പിന്നെ ഇതൊക്കെ ഉണ്ടത്രേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിവിടെ മാത്രമല്ല, ഹോൾ ന്യൂ ടെസ്റ്റമെന്റ് നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതം വളരെ പ്രാധാന്യമുള്ളതായിരിക്കണം. പൗലോസ് ഫിലിപ്പിയയിൽ നല്ല വിശ്വാസികളോട് പറയാ, നിങ്ങളുടെ ചിന്താഗതി നന്നായിരിക്കണം, അല്ലേ? നിങ്ങൾ നല്ലത് ചിന്തിക്കണം. അവിടെ പറയുന്നത് സത്യമായത്, ഘനമായത്, ശരിയായത്, ശുദ്ധമായത്, ലൗലി, രമ്യമായത്, മറ്റുള്ളവരെ കേട്ടാൽ പ്രൈസ്വർത്തിയായി, എക്സലന്റായി, അഡ്മിറബിളായത്, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തലേ തൊട്ട് തുടങ്ങണം. പിന്നെ നാവിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊന്നും ഡീറ്റെയിലേക്ക് പോകല്ല. പിന്നെ ജീവിത ശൈലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം എന്നുള്ള വ്യക്തി നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള നമസ്കാരികളാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന, അതായത് ആരാധന, ദൈവം ശ്രദ്ധിക്കുന്നത്. ഈ റിബല്യനായതുകൊണ്ട് അല്ലെങ്കിൽ മത്സരികളായി ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്നാൽ, നിങ്ങളെ ഒന്നാമത്തെ രാജാവ് വളരെ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുത്തത്, വേറെ ആരുടെ ഇൻഫ്ലുവൻസ് ഇല്ല. ദൈവം പറഞ്ഞു, അപ്പന്റെ കഴുതെ അന്വേഷിച്ചു പോയപ്പോൾ അവനെ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. അവനെ തെരഞ്ഞെടുത്തു. പക്ഷെ അവൻ മത്സരിച്ചു എന്ന് വേദഭാഗത്തിൽ കാണുന്നുണ്ട്. ദൈവശബ്ദം ശ്രദ്ധിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നെന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ മരണത്തോട് തൊട്ടു മുമ്പ് പറയാണ്, അവൻ പ്രാർത്ഥിച്ചതോ പ്രവാചകനിൽ കൂടെയോ സ്വപ്നത്തിൽ കൂടെയോ ഒന്നും ദൈവം അവനോട് അരുളി ചെയ്തില്ല, അത്രേ. ഒന്നും മറുപടി കൊടുത്തില്ല. അതുകൊണ്ട് അവൻ എങ്ങോട്ട് പോയി? അവൻ ഈ ലോകത്തിലേക്ക് കണ്ണുകൾ വെച്ച് ലോകക്കാരി ചെയ്യുന്നത് പോലെ ഒരു ജാതികളുടെ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിച്ചിന്റെ അടുത്തേക്ക്, ഒരു മന്ത്രവാദിനിയുടെ അടുത്തേക്ക് കടന്നുപോയി. അപ്പോൾ ആ ലൈഫ് എവിടെ നിന്ന് എങ്ങോട്ടാ താണുപോയതെന്ന് നോക്കിക്കേ. അതിന്റെ കാരണം കറക്റ്റ് ചെയ്യാതെ അനുഭവം വ്യത്യസ്തമായപ്പോൾ താൻ അധപ്പതിക്കുകയാണ് ചെയ്തത്. ഇവിടെയും പറയാണ്, കലഹവും എന്തൊക്കെയാ, ചണ്ടയും അസൂയയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇത് 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. വഴക്കുണ്ടാക്കുക, പിന്നെ ശബ്ദം ഉണ്ടാക്കുക, മറ്റുള്ളവരോട് അസൂയപ്പെടുക, എന്നിട്ട് വലിയ പ്രാർത്ഥനയും. അവിടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു, വളരെ ആഗ്രഹിക്കുന്നു, മോഹിക്കുന്നു, യാചിക്കുന്നു, വല്ലാതെ യാചിക്കുന്നു, ഒക്കെ ചെയ്യും. പക്ഷേ ഒന്നും പ്രാപിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന ചെയ്തിട്ടൊന്നും ലഭിക്കുന്നില്ല എന്ന് ചിന്തയുണ്ടെങ്കിൽ നമ്മൾ അടിമുടി മാറ്റം വരുത്തണം. കാരണം ഈ മരത്തിന്റെ പുറത്തുള്ളത് മാത്രം കണ്ടതുകൊണ്ട് ഗുണമില്ല. അകത്തെ അടിയിൽ, മണ്ണിനടിയിലുള്ള റൂട്ട്, അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതാണ് പിടിച്ചു നിർത്തുന്നത്. എന്റെ വീട്ടിൽ ഒരു 100 വർഷം പ്രായമുള്ള ഒരു ഓക്ക് വൃക്ഷമുണ്ട് തൊട്ടടുത്ത്. അത്
വലിയ വണ്ണവുമാണ്. അതങ്ങനെ ഈ കാറ്റും മഴയും ഒക്കെ വരുമ്പോൾ നേരെ നിൽക്കുന്നത് വലിയ വണ്ണമുള്ള മരമായതുകൊണ്ടല്ല, വലിയ ശക്തിയുള്ള വേരുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഈ പുറത്ത് കാണിക്കുന്നതിലല്ല, എവിടെ ആഴത്തിൽ കുഴിച്ച് നിൽക്കുന്ന ആ ഫൗണ്ടേഷൻ, വേര്, ആരും കാണാത്ത നമ്മുടെ ലൈഫ്, ആരെയും പ്രദർശിപ്പിക്കാത്ത നമ്മുടെ ജീവിത ശൈലി, അതാണ് ദൈവം പ്രാധാന്യമായി കാണുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നു, ലഭിക്കുന്നില്ല. ഇതാണ് യാക്കോബ് പറയുന്ന പ്രശ്നം. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ജ്ഞാനമില്ലെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾ ദൈവസന്നിധാനത്തിൽ ചെല്ലണമെന്ന്, ഇല്ലേ? വിശ്വാസത്തോട് യാചിക്കണം. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, യാചിക്കുമ്പോൾ എന്ത് ചെയ്യണം? സംശയിക്കാതെ യാചിക്കണം. എന്നിട്ട് വീണ്ടും പറയാണ്, ഇരുമനസ്സുള്ളവൻ ഒന്നും പ്രാപിക്കുന്നില്ല. അത് ആരംഭത്തിൽ തന്നെ താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 മനസ്സ് പാടില്ല, സംശയിക്കാൻ പാടില്ല, വിശ്വാസം വേണം. പിന്നീട് 4-ാം അധ്യായത്തിൽ വരുന്നോണെ ദൈവം പറയുന്നു, ദൈവത്തിന്റെ ഒരു സ്വഭാവം പറഞ്ഞിരിക്കുന്നു. അവൻ ഈ 6-ാം വാക്യത്തിൽ കൃപ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം സഹായിക്കുന്നത് നിഗളികൾക്കല്ല, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. 5-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കഷ്ടതയുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് രോഗിയെ രക്ഷിക്കുന്നത്. അതുകൂടാതെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ് ഫലിക്കുന്നത്. അതുകൂടാതെ പറയാണ്, നീതിമാന്റെ പ്രാർത്ഥനയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാ യാക്കോബ് പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. 1, വളരെ ശക്തമായി നീതിമാനായിരിക്കണം. 2, വിശ്വാസത്തിലായിരിക്കണം പ്രാർത്ഥന. 3, 2 മനസ്സ് പാടില്ല. 4, സംശയിക്കാതെ പ്രാർത്ഥിക്കണം. പിന്നെ ശ്രദ്ധയോട് പ്രാർത്ഥിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്യോന്യം ഏറ്റു പറഞ്ഞ് ക്ഷമ പ്രാപിക്കണം. പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, സാധാരണ മനുഷ്യനായ ഏലിയാവ് പ്രാർത്ഥനയിൽ കൂടെയാണ് അത്ര വിജയമെടുത്തത്. താൻ വലിയ ശക്തനോ ഭയങ്കര കേമനോ ആയതുകൊണ്ടല്ല, സാധാരണ മനുഷ്യനായിരുന്നു അത്ര, നമുക്ക് തുല്യം തന്നെയായിരുന്നു. തന്റെ വ്യത്യാസത്തിന്റെ കാരണം പ്രാർത്ഥനയായിരുന്നു. അപ്പൊ ഇതൊക്കെ യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് താൻ പറയാണ്, ദൈവം കൃപ കൊടുക്കുന്നത് നിഗളികൾക്കല്ല, താഴ്മയുള്ളവർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. ഈ താഴ്മ എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ ഒരു വലിയ ഭാഗമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു പരീക്ഷനുണ്ടായിരുന്നു, അവൻ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അവൻ പക്ഷെ അവനോട് തന്നെയാ പ്രാർത്ഥിച്ചത്, അവന് വേണ്ടി. ഭയങ്കര ഇംപ്രഷൻ ഉണ്ടാക്കുന്ന പ്രാർത്ഥന. അങ്ങനെ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി കർത്താവ് പറയാണ്, അവൻ ദേവാലയത്തിൽ പോയി തന്നോട് തന്നെ പ്രാർത്ഥിച്ചു. 11-ാം വാക്യം സംസാരിക്കണ്ട, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ എന്നാ പ്രാർത്ഥിച്ചത്. ആരോടാ? തനിക്ക് വലിയ ഇംപ്രഷൻ ഉണ്ടാക്കണം. എന്റെ പ്രാർത്ഥന ഭയങ്കര കേമമായിരുന്നു എന്നറിയണം. എന്താ? എന്റെ പ്രാർത്ഥന അടിച്ചു പൊളിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയായിരിക്കണം. ഞാൻ എന്നെ തന്നെ പ്രസന്റ് ചെയ്യണം. മറ്റവൻ ദൂരെ നിന്നിട്ട് ദേവാലയത്തിലൊന്നും പോകാൻ അവന് സമ്മതിക്കത്തില്ല. ദൂരെ നിന്ന് തകർന്ന ഹൃദയത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ നിഗളത്തിന്റെ കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ.
കൃപ ലഭിക്കുന്നത് ഈ സാധാരണക്കാരനായ ചുങ്കക്കാരനാ ലഭിച്ചത്. അത് കർത്താവ് പറഞ്ഞതാ, വേറെ ആരും പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ മനോഭാവം എന്തിനാണ്, ഏതിനാണ്, രീതി എന്താണ് എന്ന് ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അടിച്ചു പൊളിച്ചു വാചകസത്തല്ല നമ്മുടെ പ്രാർത്ഥന. അത് നമ്മൾ പഠിക്കത്തില്ല, എത്ര പറഞ്ഞാലും പഠിക്കത്തില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇംപ്രസ് ചെയ്യണം. ആരെ ഇംപ്രസ് ചെയ്യണം? ദൈവത്തെയാണ് ഇംപ്രസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തോ പറഞ്ഞ് നമ്മുടെ വിദഗ്ധതയെല്ലാം കൂടെ പ്രസന്റ് ചെയ്തിട്ട് നാം ആകെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ എന്റെ കുറ്റം ക്ഷമിക്കണമേ, നിന്റെ വചനപ്രകാരം എന്നെ ക്രമീകരിക്കുവാൻ ഞാൻ താഴ്ത്തുന്നു, അതിനുള്ള കൃപയും ശക്തിയും നൽകണം. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിന് ദൈവത്തോട് അവൻ ഇങ്ങനാണ്, അവൻ ഇങ്ങനാണ്, അതാണ്, ഇതാണ്, ഞാൻ ഇങ്ങനാണ് എന്ന് നമുക്കൊരു മാറ്റം വരും. എപ്പം നമുക്കൊരു മാറ്റം വരും? ഈ എത്ര നാൾ പഠിച്ചാൽ, വേറെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, എപ്പോഴും പഠിച്ചിട്ടും പഠിക്കാത്ത ചില സ്ത്രീകളെന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പഠിച്ചിട്ടും ഒരിക്കലും പഠിക്കത്തില്ല. അത്ര എന്റെ വാക്കല്ല, പൗലോസിന്റെ വാക്കാണ്. അത് നമ്മളിൽ ആപ്ലിക്കബിൾ ആണോ? നമ്മുടെ ഭാഗമാണോ? നാം എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ആരെയാ ഇംപ്രസ് ചെയ്യുന്നത്? നമ്മൾ ആരും ആരല്ല, തികഞ്ഞവരല്ല, ഒന്നും കുറവില്ലാത്തവരല്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ തന്നെ അവൻ ഭോഷ്ക് പറയുന്നവനാണ്. നമ്മൾ ദൈവസന്നിധാനത്തിൽ താഴ്മയോടെ ദൈവസന്നിധാനത്തിൽ അടുത്ത് വരാം. ഇവിടെ എങ്ങനെയാ വരുന്നത്? കലഹത്തോടും ശണ്ഠയോടും അസൂയയോടും കൂടെ ഇവരാഗ്രഹിക്കുകയും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ദൈവം പറഞ്ഞു നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ കർത്താവ് പറഞ്ഞു വിശ്വാസത്തോടെ കടന്നു വരുന്നവന് എല്ലാം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വേറൊരു വാക്യം കൂടെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു വളരെ ശക്തമായി പറഞ്ഞ 2 വാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആരും ശ്രദ്ധിക്കാത്ത 2 വാക്യം. 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും അതിന്റെ 16-ാം വാക്യവും ഞാൻ വായിക്കുന്നു. ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്: നിങ്ങളെന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താ ചെയ്യണം? നമ്മൾ ഇച്ഛിക്കുന്നത് നമുക്ക് ലഭിക്കണമെങ്കിൽ 2 കാര്യം കർത്താവ് പറഞ്ഞു. നിങ്ങൾ എന്നിലും, കർത്താവിൽ തന്നെ വസിക്കണം അത്രേ. രണ്ടാമത് കർത്താവിന്റെ വചനവും വസിക്കണം അത്രേ. അപ്പോൾ നമ്മൾ എന്താവും? പ്രാർത്ഥിക്കുന്നത് നമുക്ക് ലഭിക്കും. ഇനി 16-ാം വാക്യം. 16-ാം വാക്യത്തിൽ വീണ്ടും കർത്താവ് പറയാണ്, ശക്തിയോട് പറയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ഫലം നിലനിൽക്കേണ്ടതിനും അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. അതിന്റെ നമ്മുടെ ബൈബിളിൽ ഈ ഒരു പദം വിട്ടിട്ടുണ്ട്: തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. പല ട്രാൻസ്ലേഷനിലും ഞാൻ ഇന്ന് രാവിലെ നോക്കി. കത്തോലിക്കയുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് തൽഫലം, തന്മൂലം. ഏറെ നാം കർത്താവിൽ വസിച്ച് കർത്താവിന്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ നാം ഫലം കായ്ക്കും, വളരെ ഫലം കായ്ക്കും. അത് ആ ഫലം നിലനിൽക്കണം, അല്ലാതെ ഇന്നലെ കായ്ച്ചിട്ട് ഇന്നത് പോകല്ല. ആ ഫലം നിലനിൽക്കുന്നത് മുഖാന്തരം നിങ്ങൾക്ക് യാചിക്കുന്നത് ലഭിക്കും. അത് ഞാൻ വായിച്ചപ്പോൾ ഞങ്ങള് ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ യോഹന്നാന്റെ ഈ സുവിശേഷമാണ് പഠിക്കുന്നത്. ഇപ്പോൾ 15-ാം അധ്യായം പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ 15-ന്റെ 1 മുതൽ 13 വരെയാണ് ചിന്തിച്ചത്. അപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ ഈ ചിന്ത വളരെ ശക്തമായി വന്നു. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കാത്തത്? നമ്മൾ കർത്താവിലും വസിക്കുന്നില്ല, കർത്താവിന്റെ വചനവും നമ്മളിൽ വസിക്കുന്നില്ല, അതിന്റെ ഫലമായി ഫലമുണ്ടാകുന്നില്ല. ഫലമുണ്ടായാൽ അത് പുഴിഞ്ഞു പോവുകയാണ്, അത് നിലനിൽക്കുന്നില്ല. നിലനിൽക്കുമ്പോൾ കർത്താവിന് മഹത്വമാകും. അത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് തരും. കർത്താവിനും മഹത്വമാകുന്ന
കാര്യങ്ങൾ കർത്താവ് നമുക്ക് നൽകും. അതുകൊണ്ട് യോഹന്നാൻ ലേഖനം എഴുതുന്നുണ്ട്, തന്റെ വിശ്വാസികളോട് പറയാണ്, നിങ്ങള് എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നത്? അതുകൂടെ ഞാനങ്ങ് വായിച്ചേക്കാം. 1 യോഹന്നാൻ 5:14, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. ആരുടെ ഇഷ്ടം പ്രാർത്ഥിക്കണം? എന്റെ ഇഷ്ടമല്ല, അവന്റെ ഇഷ്ടപ്രകാരം. അവന്റെ ഇഷ്ടം എന്താ? നാം അവനിൽ വസിച്ച്, അവന്റെ വചനം നമ്മളിൽ വസിച്ച്, നാം ഫലം കായ്ച്ച്, വളരെ ഫലം കായ്ച്ച് കർത്താവിന് മഹത്വം വരുത്തുന്ന വ്യക്തി ജീവിതങ്ങളാകുമ്പോൾ അതിന്റെ ഫലമായി ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ? ദൈവഹിതമാണ്, നമ്മുടെ ഹിതമല്ല. കലഹമല്ല, അസൂയല്ല, ശണ്ടയല്ല, കപടഭക്തിയല്ല, പക്ഷപാതമല്ല, പിന്നെയോ ദൈവത്തിന്റെ പദ്ധതി. അതാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. എന്നെ ഉയർത്തുന്നതല്ല, കർത്താവിനെ ഉയർത്തുന്നതാണ് ദൈവത്തിന് മഹത്വം വരുന്നത്. അതുകൂടാതെ നമ്മൾ ഇന്നലെ പാപം ചെയ്തിട്ട് അത് കൺഫസ് ചെയ്യാതെ, അത് ഏറ്റുപറയാതെ, യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്റെ കൈ കുറുതായിട്ടല്ല, എന്റെ ചെവി മന്ദമായിട്ടല്ല, നിങ്ങളുടെ പാപങ്ങൾ അത്രയും. ഈ 66-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. അപ്പോൾ കൺഫസ് ചെയ്യുന്നത് ഏക മാർഗം. ഇനി കൺഫസ് മാത്രം ചെയ്താൽ പോരാ, അത് വിട്ടുകളയും വേണം. ഇന്നലെ എനിക്ക് ദുഷ്ടതയും അസൂയയും ഉണ്ടായിരുന്നു, കാപട്യമുണ്ടായിരുന്നു, നുണ പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, മറ്റുള്ളവരോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പാപമാണെന്ന് തോന്നി ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞ് നാളെയും അത് ചെയ്യാനല്ല, അത് വിട്ടുകളയണം. അതിനായി കൺഫഷൻ എന്ന് പറയുന്നത്. അത് പിന്നെ റിനൗൺസ് ചെയ്യണം, അത് തള്ളിക്കളയണം, അത് മാറ്റം വരണം. അല്ലാതെ അതും കൊണ്ട് നടക്കാനില്ല. അങ്ങനെ ചെയ്താൽ ദൈവം നീതിമാനാണ്. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ ക്ഷമിച്ചു തരുവാൻ അവൻ നീതിയുള്ളവനും വിശ്വസ്തനുമാണ്. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ എന്തോ ചെയ്യണം? നമ്മുടെ കുറ്റം കണ്ടുപിടിക്കണം. രണ്ടാമത് കുറ്റങ്ങൾ ഏറ്റു പറയണം. അതാ യാക്കോബ് പറയുന്നത് 5:16 മുതൽ. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റങ്ങളുണ്ടെങ്കിൽ ഏറ്റു പറയണം. അതെ, യാക്കോബ് ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതലാ പറഞ്ഞിരിക്കുന്നത്. അന്യോന്യം പാപങ്ങൾ ഏറ്റു പറയാനാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയണം, അയ്യോ ഞാൻ ഇങ്ങനെ കള്ളം പറഞ്ഞു പോയി, ഞാൻ അസൂയപ്പെട്ടു പോയി എന്ന് ദൈവത്തോട് മാത്രം പറഞ്ഞ പോലെ മനുഷ്യരോടും പറയണം. എപ്പോഴും ഇത് മനുഷ്യരോട് പറയുമ്പോൾ നമുക്ക് ലജ്ജയുണ്ടാവും, അതുകൊണ്ട് നമ്മൾ നിർത്തും. ഇത് നമ്മൾ ഏറ്റു പറയുന്നത് പോയിട്ട് തെറ്റാണെന്നുള്ളൊരു ചിന്ത പോലും നമുക്കില്ലല്ലോ. നമ്മൾ കേമന്മാരും ഗേമികളും അല്ലേ? നമ്മൾ തെറ്റുവല്ലതും ചെയ്യുന്നവരാണ്. അല്ലെ ആരെങ്കിലും കറക്റ്റ് ചെയ്യാൻ വന്നാൽ സമ്മതിക്കുമോ? ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയായി പറയുന്നത്. ഞാൻ അത്ര വലിയ വിശുദ്ധനൊന്നും അല്ല. എന്റെയും ചിന്തയിൽ കുഴപ്പമുണ്ട്, എന്റെയും സംസാരത്തിൽ കുഴപ്പമുണ്ട്. ജഡത്തിൽ വസിക്കുമ്പോൾ പൗലോസ് പോലും പറയുന്നു, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ എന്നിൽ കടന്നു വരുന്നു. നമ്മൾ ആരും പുണ്യവാളന്മാരല്ല. എന്നാൽ യേശുവിൽ കൂടെ എനിക്ക് വിജയമുണ്ടെന്ന് പറഞ്ഞാണ് 7-ാം അധ്യായം റോമാലേഖനം അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ആത്മാവിൽ നടന്നാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യയില്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? കൺഫസ് ചെയ്തിട്ട് കർത്താവിൽ വസിച്ചിട്ട് ആത്മാവിൽ നടക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് കൊല്ലാൻ കഴിയും. അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കും. കാരണം അതിന് ഇന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭോഗേച്ഛയ്ക്ക് വേണ്ടി ചണ്ടയും കലകവും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് സ്വാഭാവികമാണ്. അതിനെ പിടിച്ചു നിർത്തണം. എങ്ങനെ? ദൈവാത്മാവ്. അപ്പോൾ നമുക്ക് തെറ്റായ ചിന്താഗതി ഉണ്ടായാൽ റോങ് മോട്ടീവ് എന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. നിങ്ങൾ
എന്തിനു യാചിക്കുന്നു? വല്ലാതെ യാചിക്കുന്നു. നിങ്ങളുടെ ഭോഗാഴ്ചകളിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നേടിയെടുക്കുവാൻ വേണ്ടി യാചിക്കുന്നു. പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു വാക്യം ഞാൻ പറയാം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഭർത്താക്കന്മാരോട് പറയുമ്പോൾ പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥന ശരിയാകത്തില്ലത്രേ. എന്തോ ചെയ്താൽ? കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ആ വാക്യം ആ വിധത്തിൽ പ്രസംഗം കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിപ്പാൻ. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലെന്നല്ല, പ്രാർത്ഥന ചെയ്തിട്ട് എന്തെങ്കിലും ലഭിക്കത്തില്ല. ഇവിടെ യാക്കോബിന്റെ ആൾക്കാരും വളരെ പ്രാർത്ഥിക്കുന്നവരാ, പക്ഷെ ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ കുടുംബത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ ലഭിക്കാത്തത്? മുടക്കം വരുന്നത് കുടുംബം ശരിയല്ലത്രേ. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുന്നില്ല, അന്യോന്യം കൊടുക്കേണ്ട സ്ഥാനവും മാനവും കൊടുക്കുന്നില്ല. അതൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ലഭിക്കുന്നില്ല. ഈ ഉപദേശിയുടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതെന്റെ വിഷയം അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. ഒന്ന്, അവൻ പുറത്തുള്ളവരോട് നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം, പുറത്തുള്ള മനുഷ്യരെ. പിന്നെ ഏക ഭാര്യ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഭാര്യയോട് വിശ്വസ്തനായിരിക്കണം. മക്കളെയൊക്കെ നന്നായി നോക്കണം. അപ്പൊ നോക്കിക്കേ, വെളിയിലുള്ളവരോട്, ഭാര്യയോട്, കുഞ്ഞുങ്ങളോട്, പിന്നെ പറയാണ് അവനോട് തന്നെ അവൻ എബോ റിപ്രോച്ച് ആയിരിക്കണം. കാരണം എന്താ? ഇത് ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുമെങ്കിൽ നല്ല വേല, അതൊരു ബഹുമാന്യമുള്ള ജോലിയാണ്. അതിന്റെ മാന്യത പുലർത്തണം അത്രേ. സാധാരണക്കാരെ കണ്ടാൽ അവന് ഹോസ്പിറ്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പ്രിയനായിരിക്കണം. അപ്പോൾ വെളി ലോകത്തില് ഭാര്യയോട്, മക്കളോട്, തന്നോട് തന്നെ, അതുകൂടാതെ അവന്റെ വീട്ടിൽ വരുന്നവരോട് അതിഥിപ്രിയനുമായിരിക്കണം. എല്ലാ നിലകളിലും കൊള്ളാവുന്നവനായിരിക്കണം ഉപദേശി എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവന്റെ ക്വാളിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? അവൻ എങ്ങനെയായിരിക്കണം? പഠിപ്പിക്കാൻ സമർത്ഥനായിരിക്കണം, പിന്നെ ദ്രവ്യാഗ്രഹിയാകരുത്, സ്ഥാനം മോഹിയാകരുത്, ഇങ്ങനെയുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ തുറകളിലും ദൈവം നോക്കുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുന്നത് പത്രോസ് പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ, പ്രാർത്ഥന യാഥാർത്ഥ്യമാകുവാൻ കുടുംബത്തിലും കാര്യങ്ങളിൽ നന്നാകണം അത്രേ. അപ്പോൾ ഒന്നാമത് നമ്മുടെ ഉള്ളിൽ ശരിയാകണം, രണ്ടാമത് നമ്മുടെ കുടുംബത്തിലും കാര്യം നന്നായാൽ മാത്രമേ പ്രാർത്ഥനയായി ഇരിക്കുകയുള്ളൂ. അല്ല എങ്കിൽ എന്തോ സംഭവിക്കും? നമുക്ക് ഒരുപാട് യാചിക്കാം, ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കാം, പക്ഷേ ദൈവസന്നിധാനത്തിൽ നിന്ന് നാം ഒന്നും പ്രാപിക്കില്ല. അയ്യോ, എത്ര കഷ്ടപൂർണമായ പരിപാടിയാണിതില്ലേ? നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ അത് എവിടെയാണ് കുഴപ്പമെന്ന് നാം നോക്കണം. ഈ വീടൊക്കെ മനോഹരമായി ഉണ്ടാക്കി, നമ്മളെ ഫർണിച്ചർ എല്ലാം വാങ്ങിയിട്ടു, വീട്ടിലേക്ക് വേണ്ടുന്ന എയർ കണ്ടീഷൻ കണക്ട് ചെയ്തു, ഫാൻ കണക്ട് ചെയ്തു, ലൈറ്റ് കണക്ട് ചെയ്തു, ഡിഷ് വാഷർ എല്ലാം കണക്ട് ചെയ്തു. പക്ഷെ കറണ്ട് ഇല്ലെങ്കിൽ അതെല്ലാം അവിടെ ഇരിക്കുകയുള്ളൂ. കണക്ഷൻ ഇല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന, ഓൺ ആക്കുന്ന ഒരു മെയിൻ സ്വിച്ച് ഉണ്ട്. അത് ഓഫ് ആണെങ്കിൽ ഒന്നും വർക്ക് ചെയ്യത്തില്ല. എല്ലാം പുത്തനാണ്, എല്ലാം വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണ്, പക്ഷേ കണക്ഷൻ നഷ്ടപ്പെട്ടു. അതാണ് നമ്മുടെ പ്രോബ്ലം. ഇവിടെ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രം നന്നായ പോരാ, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ നന്നാവണം. അത് പത്രോസ് പറയാണ്.
നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. എന്ത് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബത്തിൽ ചെയ്തില്ലെങ്കിൽ. പിന്നീട് നമ്മളെ പ്രാർത്ഥിച്ചു വിട്ടാൽ പോരാ, പിന്നെ എന്തവാ പ്രാർത്ഥിക്കുന്നതെന്നൂടെ നോക്കണം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് ആര്? യോഹന്നാൻ. കർത്താവിന്റെ മാർവോട് ചാരിയിരുന്നതാണ്. ക്രൂസിന്റെ ചുവട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിയാണ്. യേശു വളരെയധികം സ്നേഹിച്ചെന്ന് പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ആ വ്യക്തി ഒരിക്കൽ കർത്താവിനോട് പറയാ, കർത്താവ്, ഇവന്മാരെ അങ്ങ് കൊല്ലാൻ ഞാനേ തീ അങ്ങടക്കാം. കൂട്ടിന് സഹോദരനെ കൂടെ കൂട്ടി. അല്ലേ? കർത്താവിനില്ലാത്ത ഭാരമാണ് നമുക്ക്. കർത്താവിനെയാണ് അവര് നിഷേധിച്ചത്, ശമരിയക്കാര്. ഉടനെ ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട്. യേശുവിനെ അധികം സ്നേഹിക്കുന്നു, യേശുവിന്റെ ക്രൂശിലുണ്ട്, യേശുവിന്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തതാണ്, എല്ലാ ഗുണങ്ങളും. ഒരു ദോഷവും പറയാൻ ഞാൻ വേദപുസ്തകത്തിലൊന്നും കണ്ടിട്ടില്ല. തനിക്ക് കർത്താവിന്റെ അടുത്തിരിക്കണമെന്ന് പറയുമ്പോൾ സഹോദരനെയും കൂട്ടിക്കൊണ്ടാ വന്ന്, ഞങ്ങൾക്ക് ഇടത്തും വലത്തും ഇരിക്കണം. നല്ല സഹോദര സ്നേഹമുള്ളവരാ. അമ്മയാ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മയോടും കാര്യമാണ്. അപ്പന്റെ കൂടെ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ കർത്താവ് വിളിച്ചു. അപ്പൊ അപ്പനുമായിട്ട് സ്നേഹം, അല്ലേ? അങ്ങനെയുള്ള ഒരുത്തനോട് യേശു ചോദിക്കുകയാണ്, നിന്റെ ആത്മാവ് എന്താണ്? നിന്നിൽ വാസിക്കുന്ന ചിന്താഗതി എന്താണ്? നിന്റെ മനോഭാവം എന്താണ്? അപ്പം നമ്മുടെ മനോഭാവം കൂടെ നോക്കുന്ന ഒരു കർത്താവ്. തീ ഇറക്കാനൊന്നും പറഞ്ഞിട്ട് കർത്താവ് സമ്മതിച്ചില്ല, തീ ഇറക്കിയുമില്ല, പ്രാർത്ഥന കേട്ടില്ല. അപ്പോൾ നാം നല്ലവരാണെങ്കിലും ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ, മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നതാണെങ്കിൽ, മറ്റുള്ളവരോടുള്ള മനോഭാവം ശരിയല്ലെങ്കിൽ, ഇവിടെ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മെന്റാലിറ്റി എന്താണ്? നിങ്ങളുടെ മാനസികമായ ചിന്താഗതി എന്താണ്? ഏത് ആത്മാവിനെ നിങ്ങൾ വിധേയരാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 54, 55 നാം വായിക്കുന്നുണ്ട്. പിന്നെ നമ്മളോട് തന്നെ നാം നല്ല മനോഭാവമുള്ളവരായിരിക്കണം, കുടുംബത്തിൽ നന്നായിരിക്കണം, പിന്നീട് നമ്മുടെ മെന്റാലിറ്റി നന്നായിരിക്കണം, പിന്നീട് നമ്മുടെ ചുറ്റുപാടും പാർക്കുന്ന പാവങ്ങളോടും നന്നായിരിക്കണം. അത്രേ. അതിന് ആ വാക്യം നിങ്ങളുടെ ബൈബിളുള്ളവരൊക്കെ ഒന്ന് നോക്കിക്കേ. സദൃശവാക്യം 21-ാം അധ്യായത്തിന്റെ 13 എന്റെ ചിന്ത. 21-ാം അധ്യായത്തിന്റെ 13 വാക്യത്തിൽ, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും അപേക്ഷയ്ക്ക് ഉത്തരം ലഭിക്കയില്ലത്രേ. പാവപ്പെട്ടവനെ നിഷേധിക്കുന്നവൻ. ഈ യാക്കോബ് പറഞ്ഞു, പാവപ്പെട്ടവൻ വന്നാൽ നിങ്ങൾ അവനോട് കാണിക്കുന്ന മനോഭാവം ദൈവം നോക്കുന്നുണ്ട്. ഇവിടെ സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുക, പാവപ്പെട്ടവനെ നിഷേധിക്കുന്നവനെ ദൈവവും നിഷേധിക്കണം. ഞാൻ പിന്നെ പറയാ, നമ്മൾ തന്നെ നന്നായിരിക്കണം, നമ്മൾ കുടുംബത്തിൽ നന്നായിരിക്കണം, നമ്മുടെ മനോഭാവം നന്നായിരിക്കണം, നമ്മളെ പാവപ്പെട്ടവരോട് നമ്മുടെ ചിന്താഗതി നന്നായിരിക്കണമെന്ന്. അപ്പോൾ അതെങ്ങനെയാ? പാവപ്പെട്ടവരോട് നന്നാകണമെങ്കിൽ എന്തോ ചെയ്യണമെന്നുള്ള 2 വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ ജീവിത ശൈലിയാണ് അവിടുത്തെ കാര്യം. പിന്നെ യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. വളരെ ശക്തമായ വാക്യ. നിങ്ങൾ കൈമലർത്തുമ്പോൾ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളെ, ദോഷത്തെ എന്റെ കണ്ണിൽ മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിതനെ നേർവഴിക്കാക്കുവീൻ, അനാഥന് ന്യായം പാലിച്ചു കൊടുവീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. എന്താ? പാവപ്പെട്ടവരുടെ കാര്യത്തിന് വേണ്ടി
സംസാരിക്കണം അത്രേ, നേരെ നിൽക്കണം അത്രേ, അനീതിക്കെതിരെ നിൽക്കരുതെന്ന് അവിടെ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കി. അത് ഈ ഒരിടത്ത് മാത്രമല്ല, മീഖാ പ്രവചനം ഞാൻ വായിച്ചപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. മീഖായുടെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യത്തിൽ ഇതേ ചിന്താഗതിയാണ് കർത്താവ് പറയുന്നത്. അവിടെ പറയുന്നത് ഒന്നുകൂടെ ഞാൻ വായിക്കാം. അവിടെ എഴുതിയിരിക്കുകയാണ്, അന്ന് അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ല. അവർ ദുഷ്പ്രവൃത്തികളെ ചെയ്യാത്തതിനൊത്തവണ്ണം ആ കാലത്ത് ഞാൻ അവർക്ക് മുഖം മുറച്ചു കളയും. അവിടെയും പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ടവനെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മീഖായും പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവരോടുള്ള പാവങ്ങളോട്, കഴിവില്ലാത്തവരോടുള്ള മനോഭാവം. നിങ്ങൾ യെശയ്യാ പ്രവചനം വായില്ലേ? വിധവമാര്, അനാഥര്, പാവങ്ങള്, പീഡിപ്പിക്കപ്പെടുന്നവന്, അങ്ങനെ വലിയ കഴിവില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നവന് വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവേ എന്ന് പറയുന്നവനല്ലെന്ന് യേശു പറഞ്ഞു. പിന്നെ എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അപ്പോൾ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് നാം പഠിക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം തകർത്തു വാരി പ്രസംഗിക്കുന്നുകൊണ്ടോ പ്രാർത്ഥിക്കുന്നുകൊണ്ടോ പാടുന്നുകൊണ്ടോ ആയില്ല. നമ്മുടെ ജീവിതം നന്നാകണം, നമ്മളിൽ ഫലമുണ്ടാകണം, ഫലം നിലനിൽക്കണം, നമ്മുടെ കുടുംബം ശരിയായിരിക്കണം, നമ്മുടെ ചുറ്റുപാടുള്ളവരോട് ഇടപെടുന്നത് എങ്ങനെയായിരിക്കണം. നമ്മൾക്ക് ഈ പ്രാർത്ഥിച്ച് വിട്ടാലും പോരാ, വിശ്വാസത്തോട് നാം പ്രാർത്ഥിക്കണം. യേശുവിന്റെ അടുക്കൽ ആ ശിഷ്യന്മാരെ 9 പേർക്ക് ഊമനും ചെകിടനുമായ ആ യൗവനക്കാരനെ അപ്പൻ കൊണ്ടുവന്നപ്പോ അവരെ സൗഖ്യമാക്കുന്നു. അത് കഴിഞ്ഞ് അവർ രഹസ്യമായി കർത്താവിനോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഇതെന്തുകൊണ്ട് കഴിഞ്ഞില്ലെന്ന്. അപ്പോൾ കർത്താവ് അതിൻ്റെ ഒരു ഉത്തരം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ ആ ഭാഗങ്ങളിൽ 17-ാം അധ്യായം അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അടുമണിയോളം വിശ്വാസം വേണം, പിന്നെ ഇതുപോലുള്ളതൊക്കെ മാറിപ്പോകണമെങ്കിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ മാറത്തുള്ളന്ന്. അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതാ കുഴപ്പമൊന്നും അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഇതൊക്കെ ചെയ്യുമ്പോഴും അല്പവിശ്വാസമാണെങ്കിൽ, ഇരുമനസ്സുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവിലുള്ള ആശ്രയം, ഇതെല്ലാം പ്രശ്നമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ. പിന്നീട് ചില കാര്യങ്ങൾ ദൈവം സമയവും നോക്കാറുണ്ട്. ദൈവം അബ്രഹാമിനെ വിളിച്ചു, 100 വയസ്സ് വരെ താൻ കാത്തിരിക്കേണ്ടി വന്നു. ജോസഫിനെ വിളിച്ചു, 30-ാം വയസ്സ് വരെ കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. മോസസിനെ കുറിച്ച് ദൈവത്തിന് പർപ്പസ് ഉണ്ടായിരുന്നു. 40 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം വിളിച്ച് ആ പരിപാടിക്കാക്കിയത്. നേരത്തെ തന്നെ ദാവീദിനെ അഭിഷേകം ചെയ്തു. ഒരുപാട് നാൾ ശൗല് ഭരിച്ച ശേഷം ആ രാജാവായത്. അപ്പം ദൈവത്തിന് ഒരു സമയമുണ്ടെന്നാണ് അതൊക്കെ പറയുന്നത്. കാരണം സഭാപ്രസംഗി പറയുന്നു, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന്. യേശു മറിയോട് പറഞ്ഞു, എന്റെ സമയം വന്നിട്ടില്ല എന്ന്. അല്ലേ? കാലത്തിവെങ്കിൽ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ജനിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, എല്ലാം നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കുന്ന ഉടനെ അങ്ങ് കിട്ടണമെന്നില്ല. കർത്താവിന്റെ സമയം നമുക്കത് ഏറ്റെടുക്കുവാൻ പക്വതയാകുന്നിടം വരെ ചിലപ്പോൾ തന്നില്ലെന്ന് വരും. കാരണം നമ്മളൊരു കുഞ്ഞു വന്ന് നമ്മളോട് ചോദിച്ചാൽ ആ കുഞ്ഞിന് പ്രാപ്തിയുള്ളത് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. എന്നാൽ ഒരു യൗവനക്കാരനാണെങ്കിൽ അവന്റെ ചിന്താഗതി അനുസരിച്ച് നാം കൊടുക്കും. കൊച്ചുകൊച്ചിന്റെ കയ്യിലാണെങ്കിൽ $100 അങ്ങോട്ട് കൊടുത്തു വിടത്തില്ല. കാരണം അവൻ അറിയത്തില്ല അതിന്റെ വില.
എന്നാൽ നമ്മുടെ പ്രായമായ കുഞ്ഞുങ്ങളുടെ ഇടയിൽ $100 അല്ല $1000 കൊടുത്താലും അവരെങ്ങനെ ഉപയോഗിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് നാം കൊടുക്കും, കാർഡ് കൊടുക്കും. കാരണം അവരെ നമുക്കറിയാം, അവരെങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവവും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യതയെന്ന് വേദപുസ്തകം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എന്തെല്ലാം ചെയ്യുമെന്നുള്ളത് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ദൈവവും നമ്മളോട് ചെയ്യുന്നത് ഏകദേശമൊക്കെ നാം ചെയ്യുന്നത് പോലെയാണ്. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നാം കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന പോലെ ദൈവത്തോട് നാം ഇഷ്ടപ്പെട്ട കർത്താവിന് വിശ്വാസമാണെങ്കിൽ ദൈവവും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കുറഞ്ഞപക്ഷം ചിന്തിക്കാം. പിന്നീട് വേദപുസ്തകം പറയുന്നു, ഒരു വിധവയെ കുറിച്ച് പറയുമ്പോൾ അവളെ കൂടെ കൂടെ പറഞ്ഞിരുന്നു, അത് ദുഷ്ടനായ ഒരു മനുഷ്യന്റെ അടുത്ത് പോലും. എന്നിട്ട് കർത്താവ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ അർദ്ധരാത്രി കയറി വന്നപ്പോൾ കൂട്ടുകാരനായതുകൊണ്ടല്ല, കൂടെ കൂടെ യാചിച്ചത് കൊണ്ട് അവൻ അപ്പം എടുത്തു കൊടുത്തന്ന്. കൂട്ടുകാരനായതുകൊണ്ടല്ല, പിന്നെ അവൻ മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ പെർസിസ്റ്റൻസ് നമുക്ക് വേണം. പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നവരായിട്ടല്ല, വിശ്വാസത്തോടുകൂടെ എന്റെ കർത്താവിന്റെ സമയത്ത് കർത്താവിന്റെ ഹിതപ്രകാരം എനിക്ക് നൽകുവാൻ ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കണം. നമ്മൾ പലപ്പോഴും അബ്രാഹാമിന്റെയും സാറയുടെയും മെത്തേഡാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ മാർഗം നോക്കും. ദൈവം പറഞ്ഞു കുഞ്ഞിനെ തരാം, അതവർക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ വേറെ മാർഗം കൂടെ നോക്കും. ദൈവം തന്നില്ലെങ്കിൽ പിന്നെ എനിക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. അതിന്റെ പ്രശ്നം ഇന്നും തീർന്നിട്ടില്ല ലോകത്തിൽ, അതൊട്ട് തീരാൻ പോകുന്നുമില്ല. അതാണ് നമ്മുടെ മാർഗത്തിലേക്ക് പോകുന്നത്. നാം കാത്തിരിക്കാതെ കാത്തിരിക്കാന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. തുടർമാനമായി ദൈവത്തിന്റെ സമയം വരെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ചില കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടത് ചിലപ്പോൾ പിശാച് ശല്യം ചെയ്യാനും കുറച്ച് വഴിക്കാനും താമസമുണ്ട്. കാരണം ദാനിയേൽ പ്രാർത്ഥിച്ച ഉടനെ 21 ദിവസം തടഞ്ഞു നിർത്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചിലപ്പോൾ തടഞ്ഞു നിർത്തിയേക്കാമെന്ന് ഞാൻ ഊഹിക്കുക. സമയത്ത് കർത്താവ് അതിനുള്ള വഴി തുറക്കും. അപ്പൊ കുറച്ച് കാലഘട്ടം താമസിച്ചു പോയാൽ വപ്രാളപ്പെടണ്ട എന്നർത്ഥം. അബ്രാഹാമിനെ പോലെ ദാവീദിനെ പോലെ ഓടിപ്പോകണ്ട. അയ്യോ, ഞാൻ ശൗലിന്റെ കയ്യിൽ വീണ് മരിക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റ് ദേശത്തേക്ക് മറ്റ് രാജാക്കന്മാരുടെ അടുത്ത് എന്ന് ഭ്രാന്തനെ പോലെ അഭിനയിക്കേണ്ട ഗതികേടൊന്നും വരണ്ട. കാരണം എന്താ? ദൈവത്തിന്റെ സമയം വരെ നമുക്ക് കാത്തിരിക്കുവാനുള്ള മനോബോധം നമുക്കുണ്ടാകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, നമ്മുടെ ജീവിതം വളരെ പ്രാധാന്യമാണ്. ഇനി മറ്റുള്ളവരോട് നാം ക്ഷമിക്കാതിരുന്നാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല കേട്ടോ. നമ്മള് വലിയ വീരവാദമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും, പക്ഷെ ക്ഷമിക്കുകയും സഹിക്കുകയും മറക്കുകയൊന്നും ചെയ്യത്തില്ല. 2 വാക്യം ഞാൻ അതിന് വായിച്ചു കേൾപ്പിക്കാം. ഒന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പാപങ്ങളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോട് ക്ഷമിക്കും, നിങ്ങളെ ക്ഷമിച്ചില്ല എങ്കിൽ കർത്താവ് എന്ത് ചെയ്യത്തില്ല, ക്ഷമിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ട് അത് പ്രാർത്ഥനയെ സംബന്ധിച്ച് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ കൃത്യമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയ്ക്കാണ് എന്ന്. അവിടെ പറയാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോടും ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കയില്ല. അപ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ 25-ാം വാക്യം, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അതാണ് ഞാൻ അവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ
നാം ഒന്ന് നോക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? എനിക്ക് ധൈര്യത്തോട് കർത്താവിനോട് ചെന്ന് പറയാമോ, ദൈവമേ എനിക്ക് ഇന്ന കാര്യം തരണം, എന്റെ കാര്യമെല്ലാം ഞാൻ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് പറവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഉള്ളും ശരിയാകണമെന്നർത്ഥം. മറ്റവര് തെറ്റൊക്കെ ചെയ്തതാ, കർത്താവിനോട് തെറ്റ് ചെയ്തിട്ടും കർത്താവ് പറഞ്ഞു, കർത്താവ് ഇവരോട് ക്ഷമിക്കണം, പിതാവ് ഇവരോട് ക്ഷമിക്കണം. കർത്താവ് യൂദയെ പോലും സ്നേഹിത, നീ വന്ന കാര്യമെന്ത്, നീ ചെയ്യേ, നീ വേഗത്തിൽ ചെയ്യും, ഞാൻ നിനക്ക് തടസ്സമൊന്നും നിൽക്കുന്നില്ല, നിന്നെ ശപിക്കുന്നില്ല, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ തന്നെ ചെയ്യും. നോക്കൂ, ആ മനോഭാവമുള്ള കർത്താവാണ് നമ്മളോടും പറയുന്നത്, നിങ്ങളുടെ മനോഭാവവും നിങ്ങൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പരീക്ഷനെ പോലെ ആകരുത്, നിങ്ങൾ ദൈവമക്കളെ പോലെ ആകരുത്. നമ്മൾ കലഹവും ശണ്ടയും അസൂയയും വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒന്നും ലഭിക്കയില്ല. നമ്മൾ ഒരുപാട് യാചിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല. നാം ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ചിട്ട് ദൈവസന്നിധാനത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കപടഭക്തിയൊക്കെ കളഞ്ഞിട്ട് നാം വാക്കുകൊണ്ടല്ല, ഹൃദയം കർത്താവിനോട് അടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം വില കൽപ്പിക്കും. അവിടെ ആരെന്നില്ല, ആരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും. എന്നാൽ നമ്മുടെ മെന്റാലിറ്റി നല്ലതല്ലെങ്കിൽ കർത്താവ് അതിനൊക്കെ നോ പറയും. എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും കർത്താവ് ഈ യോഹന്നാനോട് പറഞ്ഞോളൂ, നിങ്ങളുടെ ആത്മാവ് എന്താണ്, നിങ്ങളിൽ വസിക്കുന്ന ചിന്താഗതി എന്താണ് എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുവാൻ ഇടയാകുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, അനേക കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇനി ഒരുപാട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഒരുപാടായാൽ നമുക്ക് ദഹിക്കയില്ല. കുറഞ്ഞ പക്ഷം ഞാൻ എന്നോടുള്ള ബന്ധത്തിൽ, എൻ്റെ കുടുംബത്തിലുള്ള ബന്ധത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ അസൂയയും പകയും ഒന്നും അല്ല വേണ്ടത്. ലോകരോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, എന്നോട് കുറ്റം ചെയ്തവനോടുള്ള ബന്ധത്തിൽ എല്ലാം ക്രമീകരിച്ചു കഴിയുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കും എന്ന് യേശു പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കാതിരിക്കയില്ല. നാം എന്തു ചെയ്താൽ അവനിൽ വസിച്ച്, അവന്റെ വചനം നമ്മളിൽ വസിച്ച്, നാം കർത്താവിന് പ്രയോജനമുള്ളവരായി, ഫലമുള്ളവരായി, മഹത്വമുള്ളവരായി തീരുമ്പോൾ, ആ ഫലം നിലനിൽക്കുമ്പോൾ എന്ത് യാചിച്ചാലും നൽകാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ കൈവിടുകയുമില്ല, നമ്മളെ ഉപേക്ഷിക്കുകയുമില്ല. നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കുക എന്നുള്ളത് ദൈവത്തിന് മാന്യതയാണ്, മഹത്വമാണ്, സന്തോഷിക്കുന്നതാണ്. ഇവിടെ യാക്കോബ് പറയുന്നത്, നിങ്ങൾ വല്ലാതെ യാചിച്ചിട്ടും നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട്, ഞാനാണെങ്കിൽ പറയും, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നമുക്കൊന്നും ലഭിക്കുന്നില്ല. കാരണം നമ്മൾ ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിക്കാതിരുന്നാൽ ദൈവം പറയും, മകനെ, മകളെ, നിങ്ങളിലുള്ള ആത്മാവിനെ കറക്റ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കി കാര്യം ഞാനും ശരിയാക്കാമെന്ന് കർത്താവ് പറയും. നമ്മളെ കാണാൻ, നമ്മുടെ ഇടപാട് നോക്കാം, നമ്മുടെ മെന്റാലിറ്റി നോക്കാം, നമ്മുടെ റിയാക്ഷൻ നോക്കാം, നമ്മുടെ അപ്രോച്ച് നോക്കാം. നാം ആകെ എങ്ങനെയായിരിക്കുന്നു ദൈവസന്നിധാനത്തിൽ, ദൈവം നോക്കുമ്പോൾ, കുടുംബത്തിൽ, വെളിയിൽ, സഭയിൽ, ആകെപ്പാടെ ദൈവം മുൻപാകെ നാം എങ്ങനെയായിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണിന് മുമ്പിൽ അങ്ങനെ നോക്കാം, ദൈവത്തിന്റെ കണ്ണിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെയാകുന്ന ഉടനെ നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധേയ പ്രാർത്ഥന, ഭാവങ്ങളേറ്റു പറഞ്ഞ പ്രാർത്ഥന വളരെ ഫലിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, ഒരുപാട് യാചിക്കുന്നവരാണ്. എന്നാൽ അതേ സമയത്ത് ഞങ്ങൾക്ക് അസൂയുണ്ട്, ശണ്ടയുണ്ട്, കലഹമുണ്ട്. ഞങ്ങൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞാലും പാപം വിട്ടുകളയാറില്ല. ഞങ്ങൾ പലപ്പോഴും നീതിമാന്മാരെന്ന് ചമയുന്നവരാണ്. ഞങ്ങൾ ശ്രദ്ധയോടെ അല്ല പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്.
പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുവാൻ യാക്കോബ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരനായ ഏലിയാവ് വലിയ കാര്യങ്ങൾ ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അടിയനെ സഹായിക്കണമേ. അടിയനെ കേട്ട പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. വ്യക്തിപരമായി, കുടുംബമായി, സഭയിലെ, ലോകത്തിലെ ദൈവത്തിന്റെ മുൻപാകെ ഞങ്ങൾ അനന്യരും പരമാർത്ഥികരുമായി കർത്താവ് വിധം നീതിഫലം നിറഞ്ഞവരായി തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം കൊടുക്കുന്നു. തിരുനാമത്തെ മഹത്വീകരിച്ചാലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രായമുള്ളവരുണ്ട്, ക്ഷീണിതരുണ്ട്, രോഗികളുണ്ട്, ദുഃഖിതരുണ്ട്, പല ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ആയി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയെല്ലാം യാഥാർത്ഥ്യമാകുവാൻ ഞങ്ങളുടെ ജീവിതം നിന്റെ മുൻപിൽ നിർത്തി വെക്കുന്നു കർത്താവേ. ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ഞങ്ങൾക്ക് തന്നാലും തിരുനാമത്തെ മഹത്വീകരിച്ചാലും പ്രാർത്ഥന കേട്ടാലും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവർ. നമ്മളും യാക്കോബിന്റെ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ യാഥാർത്ഥ്യമാണ്. ഒരുപാട് പ്രാർത്ഥിക്കും, വളരെ ആഗ്രഹങ്ങളാണ്. പക്ഷേ അല്പമേ നമുക്ക് പലപ്പോഴേ ലഭിക്കുന്നുള്ളൂ. അതിന്റെ കാരണം കണ്ടെത്തി നമുക്ക് കറക്റ്റ് ചെയ്ത് ദൈവിക വാഗ്ദാനങ്ങൾ നമ്മുടെ സ്വന്തമാക്കുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്.